4 ദിവസവും പഠിച്ചു. ഓൾറൈറ്റ്. പിന്നെ അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ കുറേ ഐഡിയകൾ കിട്ടിക്കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അഭിഷേക പ്രാർത്ഥന കഴിയുമ്പോഴാണ് ഇതെല്ലാം സിങ്ക് ആവണം, ഇതെല്ലാം കറക്റ്റ് പസിൽ സോൾവ് ആവണമാതിരി ഒരു വെളിച്ചം കിട്ടും. അതാണല്ലേ അന്ന് അങ്ങനെ പറഞ്ഞതിൻ്റെ അർത്ഥം, ഇങ്ങനെ പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പോൾ അതുകൊണ്ട് ഇത് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങളൊന്ന് റിവൈസ് ചെയ്യണം വീണ്ടും തുടക്കം മുതൽ, കേട്ടോ? ഓൾറൈറ്റ്. നമ്മളിനി പെട്ടെന്ന് കുറച്ച് CCC പറഞ്ഞ മാതിരി CCC വായിക്കുമ്പോൾ കുറച്ചും കൂടി ഒരു ആധികാരികത നമുക്ക് കിട്ടുക. CCCയിൽ ഇതിനെക്കുറിച്ച് വളരെ വിശദമായിട്ട് ദൈവനീതിയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഭാഗം നമുക്ക് നൽകാം. 1992 1992 നോക്കി. നമ്പർ ശരിയാണോ? 90 1993 ഇതൊക്കെ 1987 എടുക്കാം. എന്നിട്ട് നമുക്ക് 93 പോകാം. ഓക്കെ. പരിശുദ്ധാത്മാവിന്റെ കൃപയ്ക്ക് നമ്മെ നീതിവത്കരിക്കാൻ, അതായത് നമ്മെ നമ്മുടെ പാപങ്ങളിൽ നിന്ന് ശുദ്ധീകരിക്കാനും യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിലൂടെയും മാമോദീസായിലൂടെയും ദൈവത്തിന്റെ നീതി നമ്മിലേക്ക് പ്രസരിപ്പിക്കാനും കഴിയും. എല്ലാവരും ഏറ്റുപറഞ്ഞ് വായിച്ചത് ബുദ്ധിമുട്ടാണെന്ന് മനസ്സിലാക്കിയെടുക്കാൻ. പരിശുദ്ധാത്മാവിന്റെ കൃപയ്ക്ക് നമ്മെ നീതിവത്കരിക്കാൻ, അതായത് നമ്മെ നമ്മുടെ പാപങ്ങളിൽ നിന്ന് ശുദ്ധീകരിക്കാനും യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിലൂടെയും മാമോദീസായിലൂടെയും ദൈവത്തിന്റെ നീതി നമ്മിലേക്ക് പ്രസരിപ്പിക്കാനും കഴിയും. അതാണ് നീതീകരണം. പരിശുദ്ധാത്മാവിലൂടെ ഉള്ള കൃപയുടെ പ്രവർത്തനമാണ്. ഓക്കെ, നമുക്ക് തുടർന്ന് വായിക്കാം. നാം ക്രിസ്തുവിനോട് കൂടെ മരിച്ചുവെങ്കിൽ അവനോടുകൂടെ ജീവിക്കും എന്ന് നാം വിശ്വസിക്കുന്നു. മരിച്ചവരിൽ നിന്ന് ഉദ്ധാനം ചെയ്ത ക്രിസ്തു ഇനി ഒരിക്കലും മരിക്കുകയില്ലെന്ന് നമുക്കറിയാം. മരണത്തിന് അവന്റെ മേൽ ഇനി അധികാരമില്ല. അവൻ മരിച്ചു. പാപത്തെ സംബന്ധിച്ചിടത്തോളം എന്നേക്കുമായി അവൻ മരിച്ചു. അവൻ ജീവിക്കുന്നു. ദൈവത്തിന് വേണ്ടി അവൻ ജീവിക്കുന്നു. അതുപോലെ നിങ്ങളും പാപത്തെ സംബന്ധിച്ചിടത്തോളം മരിച്ചവരാണെന്നും യേശുക്രിസ്തുവിൽ ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നവരാണെന്നും അറിഞ്ഞുകൊള്ളുകയും. അപ്പോൾ അതാണ് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ. നമ്മൾ ഇതിലേക്ക് പറഞ്ഞു, ദൈവത്തിൽ വിശ്വസിക്കുക, യേശുവിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ യേശു നമ്മളിൽ വസിക്കുന്നു. എങ്ങനെയുള്ള യേശുവാണ് നമ്മളിൽ വസിക്കുന്നത്? പാപത്തിനു വേണ്ടി പാപത്തെ തൻ്റെ ശരീരത്തിൽ ഏറ്റി പാപത്തിനെ നിർവീര്യമാക്കി. അതാണ് ആ പാഷനിൽ സംഭവിച്ചത്. പാഷനില് അല്ലെങ്കിൽ പീഠാസനത്തിലെ യേശു വേദനിച്ചതിലൂടെ യേശുവിൻ്റെ ശരീരത്തിൽ പാപത്തെ കൊന്നു, പാപത്തെ നിർവീര്യമാക്കി. അങ്ങനെ ആ പാപത്തിന് വേണ്ടി യേശു മരിച്ചതിലൂടെ പാപത്തിൻ്റെ പാപത്തിൻ്റെ വേദനമായ മരണത്തെ യേശു കീഴടക്കി. തൻ്റെ മരണത്താൽ മരണത്തെ കീഴടക്കിയെന്ന് പറയും. അപ്പൊ യേശു തൻ്റെ ശരീരത്തിൽ പാപത്തെ മരിച്ചതിലൂടെ ഇനി പാപത്തിന് ആധിപത്യമില്ല. ഇത് നമ്മൾ വിശ്വസിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. ഇത് വിശ്വസിക്കുമ്പോഴാണ് നമ്മളിലും പാപത്തിന്റെ ആധിപത്യം അവസാനിക്കുന്നത്. നമ്മളിതൊക്കെ ജനറലി വിശ്വസിക്കുന്നുണ്ട്. പാപമോചിച്ചാലുള്ള പാപമോചനം, എഴുത്തിന് ഏർപ്പെടുത്തി വായത്തിന് ഞാൻ വിശ്വസിക്കുന്നു, ഇതൊക്കെ നമ്മൾ പറയുന്നുണ്ടെങ്കിലും അതിനെ കുറച്ചുകൂടി ബോധ്യത്തിൻ്റെ തലത്തിൽ അതിൻ്റെ ആ പൂർണ്ണമായ അറിവിലേക്ക് നമ്മൾ പ്രവേശിക്കണം. അപ്പോൾ ക്രിസ്തു എന്നേക്കുമായിട്ട്
തൻ്റെ ശരീരത്തിൽ ഏറ്റെടുത്ത് ആ വേദനിച്ച് പാപത്തെ വേണ്ടി മരിച്ചു. അതിലൂടെ തൻ്റെ മരണത്താൽ മരണത്തെ കീഴടക്കി. അങ്ങനെ കീഴടക്കിയതിന് ശേഷം, അങ്ങനെ കീഴടക്കി കിടക്കല്ല, അതിനുശേഷം ഉയർത്തെഴുന്നേറ്റു. അപ്പൊ ആ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവാണ് ഇന്ന് വിശ്വാസികളായ നമ്മൾ ഓരോരുത്തരിലും വസിക്കുന്നത്. അതാണ് യേശുവിൽ വിശ്വസിക്കുക എന്ന് പറയുന്ന അർത്ഥം. അങ്ങനെ മാമോദീസായിലൂടെ ഈ കൃപാവരം നമ്മിലേക്ക് ഒഴുകിയിരിക്കുന്നു. ഇത് മാമോദീസായിലൂടെ സൗജന്യമായി നമ്മിലേക്ക് ഒഴുകിയിരിക്കുന്നു. അതാണ് ഈശോ മത്തായിയുടെ സുവിശേഷത്തിന്റെ അവസാനത്തിൽ പറയുന്നുണ്ട്, സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല അധികാരങ്ങളും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. നിസ്സാര കാര്യമൊന്നുമല്ല അത്. കണ്ടോ, ഒരു സെന്റൻസാ, പക്ഷെ അതിൽ ഉള്ള ആശയ പ്രപഞ്ചം എന്താ പറയുന്നത്? സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല അധികാരങ്ങളും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ഞാൻ പെട്ടെന്ന് ആ സെന്റൻസിന്റെ ലാസ്റ്റിലേക്ക് പോകാൻ കേട്ടോ. ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്. മനസ്സിലായോ? അതിന് ഇടയ്ക്ക് എഴുതിയിട്ടുള്ളതിന് ഒരു സെന്റൻസിന്റെ കൺസ്ട്രക്ഷൻ സ്റ്റൈലിൽ മാറ്റുന്നുള്ളൂ. ഞാൻ നിങ്ങളുടെ കൂടെ. നിങ്ങൾ പോയി ലോകമെന്നും സുവിശേഷം പ്രഘോഷിക്കുവിൻ, എല്ലാവരെയും സ്നാനപ്പെടുത്തുവിൻ. അതിനുശേഷം എന്താ പറയുന്നത്? ഞാൻ കൽപ്പിച്ചിട്ടുള്ളവയെല്ലാം അനുസരിക്കാൻ അവരെ പഠിപ്പിക്കും. അപ്പൊ നമ്മൾക്ക് ഈ നീതീകരണത്തിന്റെ ആ ക്രിസ്തു അനുഭവം, സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല അധികാരങ്ങളും നൽകപ്പെട്ടിട്ട് ആ അധികാരങ്ങളുടെ ശക്തി മുഴുവനും നമുക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിലും അതിനെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോഴാണ് ഇത് മനസ്സിലാവുന്നത്. ഇത് എന്നെ സംബന്ധിച്ച് കഴിഞ്ഞ 22 വർഷമായിട്ട് ഏകദേശം എല്ലാ ദിവസവും ഞാൻ പഠിക്കുക. ഇപ്പൊ നോക്കിയേ, 9 ദിവസം രാവിലെ മുതൽ വൈകുന്നേരം വരെ നമ്മൾ ശുശ്രൂഷ നടത്തുന്നു. നിങ്ങളിത് കഴിഞ്ഞാൽ പോയി, ഞാനിത് കഴിഞ്ഞാൽ അടുത്ത 9 ദിവസത്തേക്ക് പോകാം. കഴിഞ്ഞ 9 ദിവസം കഴിഞ്ഞു. ഇതിങ്ങനെ വർഷം മുഴുവനും ഇത് തന്നെയാണ്. ഞാൻ ഓരോന്ന് പറയുമ്പോഴും ഞാൻ കൂടുതൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാലോചിച്ച് നോക്കി, 22 വർഷവും ഞാൻ വളരെയധികം പഠിച്ചു. എന്നിട്ടും എനിക്ക് ഇപ്പോൾ തോന്നുന്നത് ഒന്നും പഠിച്ചിട്ടില്ല എന്നാ തോന്നുന്നത്. ഏതുപോലെ ഇവിടെ അഖീനാസ് പറഞ്ഞ പോലെ, അഖീനാസ് ഇതോരം പുസ്തകങ്ങൾ ഇങ്ങനെ എഴുതി നിറച്ചു. അതാണ് ഇന്ന് സഭയുടെ ഏറ്റവും വലിയ തിയോളജിക്കൽ വർക്ക്സ്. അതെല്ലാം എഴുതിയിട്ട് പറയുകയാണ്, എത്ര അഗ്രാഹ്യമാണ് അവിടുത്തെ കരുണയും നീതിയും ദൈവത്തിൻ്റെ ജ്ഞാനം. അതിനെ നോക്കുമ്പോൾ ഇത്രയും എഴുതിയേക്കുന്നതെല്ലാം വെറും സ്ട്രോ, ഇറ്റ് ഈസ് വൈക്കോൽ മാത്രമാണ്. അപ്പൊ അങ്ങനെ ഒരു എസ്റ്റിമേഷൻ നമുക്കുണ്ടാകണം. ദൈവത്തിൻ്റെ അനന്തമായ ജ്ഞാനത്തെ ദൈവം നമ്മൾക്ക് നൽകിയിട്ടുണ്ട്. നമ്മൾ സമയമെടുത്ത് അത് പഠിക്കുകയാണെങ്കിൽ മാത്രമേ ഇതിൻ്റെ ആ ജോയ് നമുക്ക് കിട്ടുള്ളൂ. അപ്പോഴാണ് അങ്ങയുടെ കരുണയെക്കുറിച്ച് ഞാൻ പാടും എന്ന് പറയുന്നത്. നമുക്ക് പാടാൻ സാധിക്കും. നമ്മൾ എന്തോരം സമയമാണ് വൃഥാ ചെലവഴിക്കുന്നു. ചിലപ്പോൾ പറയാറുണ്ട്, കുർബാന നീണ്ടുപോയി. അച്ഛൻ ചോദിച്ചേ നീണ്ടുപോയാൽ ശരി. ഞാൻ പറഞ്ഞു, നമുക്ക് നീളണമെന്ന് ആഗ്രഹം. നമ്മളിവിടെ ധ്യാനിക്കാമെന്നേക്ക് പറഞ്ഞു. നമ്മളൊരു ഇടവക കുർബാനയ്ക്കല്ലല്ലോ പോണത്. സോറി. അപ്പൊ ഇടവക കുർബാനയിലെ സിറ്റുവേഷൻ എന്താ? അവര് ഇത്തിരി വൈകുമ്പോഴേക്ക് ഇങ്ങനെ സമയം നോക്കും ആൾക്കാർ. അപ്പൊ അച്ഛൻ കണ്ടോട്ടേന്നും തിരിച്ചുകൊണ്ടാകും. ഒരു 10 മിനിറ്റ് പ്രസംഗമാകുമ്പോഴേക്കും അവരിങ്ങനെ സമയം നോക്കാൻ പോകും. അപ്പൊ അച്ഛന് മനസ്സിലായി ഇനി അധികം നീട്ടണ്ട. അപ്പൊ അച്ഛനാകെ പ്രശ്നമായി. കാരണം അച്ഛനാണെങ്കിലും മനുഷ്യന്മാരുടെയും കൂടി സമയം നോക്കണ്ടേ. എന്നിട്ട് ഈ ആളുകൾ കുർബാന കഴിഞ്ഞ് നോക്കിക്കോ, ആ പള്ളിയുടെ അങ്കണത്തിൽ നിന്നിട്ട് വർത്താനം പറഞ്ഞ് 1/2 മണിക്കൂർ അവിടെ വെറും വായടിച്ച് അവിടെ നിൽക്കുന്നുണ്ടാവും. ഇല്ലേ? കണ്ടിട്ടുണ്ടോ ഇല്ലയോ? ഞാനാണെങ്കിൽ എന്തുകൊണ്ട് മനുഷ്യൻ ഇതുപോലെ ഇത്രയും വലിയ ദൈവവരപ്രസാദത്തിന്റെ ഈ കുത്തൊഴുക്ക് കണ്ടിട്ട് അതിന്
അതിൽ നിന്നും സമയം അതിയായി എന്ന് പറഞ്ഞുകൊണ്ട് പോവുകയാണ് മനുഷ്യൻ. എങ്ങനെ നമ്മൾക്ക് പിന്നെ ദൈവത്തിൻ്റെ ഈ അനന്തമായ ജ്ഞാനത്തിൽ കിട്ടും എന്നുള്ളതാണ്. ഓക്കെ, പോട്ടെ. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് കാറ്റഗിസത്തിലൂടെ നമ്മൾ പോകുമ്പോഴാണ് ഇതിനൊരു ആധികാരികത നമുക്ക് മനസ്സിലാവും. നമുക്ക് ഇത് ശരിക്കും ഇത് തന്നെയാണ് എന്നത്. അതിൽ 92 വായിച്ചു കഴിഞ്ഞ് പെട്ടെന്ന് 992 1990 നീതീകരണം ദൈവത്തിന്റെ സ്നേഹത്തിന് വിരുദ്ധമായിട്ടുള്ള പാപത്തിൽ നിന്ന് മനുഷ്യനെ വിടുവിക്കുന്നു. അവന്റെ ഹൃദയത്തെ പാപത്തിൽ നിന്ന് ശുദ്ധീകരിക്കുന്നു. ദൈവത്തിന്റെ കാരുണ്യം മുൻകൈയെടുത്ത് മാപ്പ് നൽകുന്നു. നീതീകരണം അതിനെ പിന്തുടരുന്നു. അത് മനുഷ്യനെ ദൈവത്തോട് അനുരഞ്ജിപ്പിക്കുകയും പാപത്തിന്റെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കുകയും സുഖപ്പെടുത്തുകയും ചെയ്യുന്നു. അപ്പോ ദൈവത്തിന്റെ മുൻകൈയെടുക്കലിനെ കുറിച്ച് നമുക്കൊരു ബോധ്യമുണ്ടാകാം. ഇത് മനുഷ്യന്റെ മുൻകൈയെടുക്കലിലൂടെ അല്ല. പലപ്പോഴും പലരുടെ അപ്പോൾ ജൂയിഷ് ലോയില് മനുഷ്യന്റെ മുൻകൈയെടുക്കലാണ് അവർ ഉദ്ദേശിക്കുന്നത്. മനസ്സിലായി? മനുഷ്യൻ മുൻകൈ എടുക്കണം. അതാണ് ഇന്ന് ശാബത്ത് ദിവസം കട്ടിൽ ചുമക്കാൻ പാടില്ല, ശാബത്ത് ദിവസം നീ സുഖപ്പെടുത്താൻ പാടില്ല. അതുകൊണ്ടാണ് ഈശോയ്ക്കുണ്ടായ ഭയങ്കര കോൺട്രവേഴ്സ്യൽ അപ്രോച്ച്. ഈശോ ഉടനെ അവരോട് പറയാണ്, നിങ്ങളുടെ കാളയോ ആടോ ശാബത്ത് ദിവസം കിണറ്റിൽ വീഴുകയാണെങ്കിൽ നിങ്ങൾ അതിനെ എടുക്കൂല്ലോ. അപ്പൊ അവർക്ക് ഈശോയുടെ ദേഷ്യം. മനസ്സിലായോ? അപ്പൊ മുൻകൈ എടുക്കൽ എന്നുള്ളതാണ് ഒരു വശം. എനിക്കറിയില്ല, എനിക്ക് ചെറുപ്പം മുതലേ ഇങ്ങനെ അതൊരു പക്ഷേ മാതാപിതാക്കളുടെ ഒരു ഫോർമേഷന്റെ ഇതുകൊണ്ടായിരിക്കാം. എൻ്റെ അപ്പൻ ഭയങ്കര സ്നേഹമാണ്. എനിക്ക് വളരെ വലിയ സ്നേഹവും ഇതാണ്. ഞാൻ ഒരിക്കൽ പോലും അപ്പനെ അനുസരിക്കാതിരുന്നൊരു സംഭവം എനിക്ക് ഉണ്ടായിട്ടില്ല. ഒരിക്കൽ പോലും എൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു പ്രാവശ്യം ഒരു സിനിമ കാണാൻ പോയിട്ട് 2 സിനിമ കണ്ടു. ഒരു സിനിമയ്ക്ക് 3 സിനിമയ്ക്കാണ് ഒരു വർഷം പെർമിഷൻ ഉണ്ടായിരുന്നത്, 3 വെക്കേഷൻ ഓരോ സിനിമ. അപ്പോൾ ഒരു പ്രാവശ്യം ഞാൻ ഉദ്ദേശിച്ച് ഏതായാലും ഒരു സിനിമയ്ക്ക് കാണാൻ വന്നാണല്ലോ, ഒരെണ്ണം കൂടി കണ്ടുകളയാൻ ഉദ്ദേശിച്ച് അന്ന് ഒരു വഴക്ക് കേട്ടു. എൻ്റെ മനസ്സിലുള്ള ഒരു മെമ്മറി അതാണ്, ഒരു അനുസരണക്കേട് കാണിച്ചതില്ല. പക്ഷേ വളരെ സ്നേഹവും സൗഹാർദ്ദവും ഈ വചനങ്ങളെ കുറിച്ചൊക്കെ സംസാരിക്കുകയും ഇടയ്ക്കിടയ്ക്ക് നിനക്കറിയോ പൗലോസ് എന്താ പറഞ്ഞിരിക്കണെന്ന്, ഞാനല്ല ക്രിസ്തുവാണ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഭയങ്കരമായിട്ട് ഇങ്ങനെ പറയും. അതൊക്കെ എൻ്റെ ഇന്നത്തെ സുവിശേഷത്തിൻ്റെ വിഷയങ്ങളാണ്. അപ്പോൾ എനിക്ക് ഒരിക്കലും ഒരു കർക്കശനായ ഒരു പിതാവിനെ എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല. ചെറുപ്പം മുതലേ വളരെ സ്നേഹവും സന്തോഷവും ഉള്ള ഒരു പിതാവാണ്. അപ്പം ഇതും ഒരു വശമാണ്. നമ്മുടെ പ്രാക്ടിക്കൽ, നമ്മുടെ കുടുംബ ജീവിതത്തിൽ തന്നെ ഒരു സ്നേഹസമ്പന്നനല്ലാത്ത ഒരു പിതാവിനെയാണ് നമ്മൾ കാണുന്നതെങ്കിൽ അത് നമ്മളിൽ നിഴലിക്കും ആ ഒരു പ്രതിഭാസം. അതുകൊണ്ടാണ് കാറ്റഗിസത്തിൽ എവിടെയോ പറയുന്നുണ്ട്, അങ്ങനെയുള്ള ആ പിതൃത്വത്തിൻ്റെ ആ ഭൗമിക അല്ലെങ്കിൽ നമ്മളുടെ ജീവിതത്തിൽ അനുഭവിച്ച അത്തരത്തിലുള്ള പിതൃത്വത്തിൽ നിന്നുണ്ടായ മുറിവുകളെ സൗഖ്യപ്പെടുമ്പോൾ മാത്രമേ നമുക്ക് ഈ കരുണാദ്രമായ സ്നേഹം നിറഞ്ഞ പിതാവിനെ ഉൾക്കൊള്ളാൻ പറ്റുകയുള്ളൂ. ഈശോയാണ് പിതാവാണ്, ദൈവം നിന്റെ പിതാവാണെന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമ്മൾക്ക് തോന്നുന്നത് നമ്മുടെ പിതാവ് വേദനിപ്പിക്കുന്ന, ക്രൂരനായ, കർക്കശക്കാരനായ, വാശി വൈരാഗ്യവും ദേഷ്യവും നിസാര കാര്യത്തിന് പൊട്ടിത്തെറിക്കുന്ന ഒരു പിതാവിനെ കാണുകയാണെങ്കിൽ ആ ചിത്രത്തെ നമ്മൾ ജ്ഞാനത്തിലൂടെ മാറ്റണം. ഓക്കെ, അപ്പൊ മുൻകൈയെടുക്കൽ, പിതാവ് മുൻകൈയെടുക്കുന്നു എന്നുള്ളതാണ് യേശുവിൻ്റെ എല്ലാ ഉപമകളിലൂടെയും നമ്മൾ കാണിച്ചു തരുന്നത്. അത് നമുക്ക് ഞാനിലേക്ക് വരാം. ആ മുൻകൈയെടുക്കുന്ന ഇനിഷ്യേറ്റീവ് എന്നാണ് ഇംഗ്ലീഷിൽ, ഗോഡ്സ് ഓൺ ഇനിഷ്യേറ്റീവ്. രക്ഷ ഗോഡ്സ് ഓൺ ഇനിഷ്യേറ്റീവ് ആണെന്ന് മുറുക്കെ പിടിച്ചാൽ മാത്രമേ ഇതെല്ലാം മനസ്സിലാവൂ. അതിനൊരു ഉദാഹരണം, നല്ലൊരു എക്സാമ്പിള്
നമ്മൾ ദൈവത്തെ തേടി സ്വർഗത്തിലേക്ക് പോവുകയല്ല ചെയ്തത്, മറിച്ച് ദൈവം നമ്മളെ തേടി ഭൂമിയിലേക്ക്. ഇത് കൺവിൻസിംഗ് ആണ്, ഇല്ലേ? മറ്റൊന്ന്, ആദം പാപം ചെയ്തിട്ട് ഒളിച്ചിരിക്കുകയാണ്. പാപം ചെയ്തതോടുകൂടി അവൻ ദൈവത്തിൽ നിന്ന് അകന്നു, ദൈവമായിട്ടുള്ള കോണ്ടാക്ട് നഷ്ടപ്പെട്ടു. അവൻ ഒളിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് ആരാ ഇനിഷ്യേറ്റീവ് എടുത്തത്? ആദ്യം ദൈവമാണ് ഇനിഷ്യേറ്റീവ് എടുത്തത്. ആദ്യം നീ എവിടെയാണ്? അങ്ങനെ അപ്പോഴേ ഞാൻ ഈ ശ്രവണത്തെ കുറിച്ച് നമ്മൾ 2 ദിവസം പറഞ്ഞില്ലേ, ശ്രവിക്കാൻ പറ്റും. അപ്പൊ പലർക്കും ഒരു സംശയം, നമ്മൾ ഇത്രയും പാപിയായ നമുക്ക് ദൈവത്തെ ശ്രവിക്കാൻ പറ്റുന്ന. നോക്കി, ആദം പാപം ചെയ്തിരിക്കെ ആദത്തിനുണ്ടായ ആദ്യത്തെ ദൈവാനുഭവം എന്താ? ആദം പറയാണ്, ദൈവത്തിൻ്റെ കാലൊച്ച കേൾക്കുന്നു. അധികം താമസിയാതെ പറയുകയാണ്, ആദം കേൾക്കുകയാണ്. ആദം! അപ്പൊ അതിൽ നിന്ന് കാണാം, എൻ്റെ മോനെ കാണാനില്ല, അവനെവിടെ പോയി? ആ വിഷമത്തിലാണ് ആ കരച്ചിൽ. ആദം!